ദ ജേർണലിസ്റ്റിലേക്ക്. ഇറാൻ യുദ്ധം 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 9ാം ദിവസത്തിലേക്ക് യുദ്ധം എത്തുമ്പോൾ ഒരു തരത്തിലും ഇനിയൊരു വിട്ടുവീഴ്ചയോ ഒത്തുതീർപ്പോ സാധ്യമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എല്ലായ്പ്പോഴും യുദ്ധം തീവ്രമാക്കിയ ശേഷം ഒരു വെടിനിർത്തൽ എന്ന ആശയവുമായി മധ്യസ്ഥ രാജ്യങ്ങളെ പറഞ്ഞുവിടുന്ന അമേരിക്കയ്ക്ക് ഇക്കുറി ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇറാൻ തലങ്ങും വിലങ്ങും ആക്രമിച്ച് ഈ യുദ്ധത്തെ അതിതീവ്രമാക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് പൊടുന്നനെ ഏതെങ്കിലും ഒരു മധ്യസ്ഥ രാജ്യത്തിൻ്റെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്മർദ്ദ ഫലമായോ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാർ തന്നെ കൊണ്ടുവന്നോ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് തീർച്ചയായിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ തോത് വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമേരിക്ക എന്ന ലോകശക്തി ഇത്തരമൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരു തരത്തിലും എതിരാളികളെ കീഴടക്കാൻ കഴിയാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലേക്ക് നടന്ന ആക്രമണങ്ങൾ അതിഭയാനകം തന്നെയായിരുന്നു, അതിഭീകരം തന്നെയായിരുന്നു. ഇറാന്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും തലങ്ങും വിലങ്ങും പാഞ്ഞപ്പോൾ ഇറാനുള്ളിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള തീവ്രമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. ഇറാന്റെ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ വെയർഹൗസുകൾ, ഊർജ കേന്ദ്രങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, താപനിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ അടക്കം നിരവധിയായ പ്രദേശങ്ങൾ തകർക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി ജനങ്ങൾക്ക് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒപ്പം നൂറുകണക്കിന് പേർക്ക്, ഏതാണ്ട് 500-ലധികം പേർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇറാനിൽ നിന്ന് വരുന്ന വിവരം. 50ഓളം പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ വിവിധയിടങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളായ ബന്ദർ അബ്ബാസ്, ഖിഷം ദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി അമേരിക്ക ആക്രമണം നടത്തുന്നു. അതോടൊപ്പം അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ തകർക്കുന്നു, കമാൻഡിംഗ് സെന്ററുകൾ തകർക്കുന്നു. അതായത് ഹോർമൂസിൽ നിർണായകമായ ഇടപെടലുകൾ നടത്താൻ ഉതകുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള കമാൻഡിംഗ് സെന്ററുകൾ അടക്കം അടിച്ചു തകർക്കുന്ന വിധത്തിലേക്കാണ് അമേരിക്ക ഈ യുദ്ധത്തെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതായത് ഇടതടവില്ലാത്ത ആക്രമണം തുടർച്ചയായി ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് അഴിച്ചുവിടുക, അതുവഴി ഇറാനെ അതിവേഗത്തിൽ കീഴടക്കുക, അല്ലെങ്കിൽ ഇറാനെ കൊണ്ട് ഒരു കരാറിൽ ഒപ്പിടുവിക്കുക എന്ന സമ്മർദ്ദ തന്ത്രമാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. അവിടെ തന്നെ അമേരിക്ക ലക്ഷ്യമിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഇറാന്റെ ആണവശേഷി നശിപ്പിക്കലോ ഇറാന്റെ നിരായുധീകരണമോ ഇറാന്റെ ഭരണമാറ്റമോ ഒന്നുമല്ല. നേരെ മറിച്ച് എത്രയും പെട്ടെന്ന് ഉപാധിരഹിതമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ആവശ്യം. അത്തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നീട് ഹോർമൂസിന്റെ നിയന്ത്രണങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ട്രംപിനുണ്ട്. അല്ലെങ്കിൽ ട്രംപിന്റെ പദ്ധതി അത്തരത്തിലുള്ളതാണ്. പക്ഷേ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് നൽകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അതിതീവ്രമായ ആക്രമണം ഹോർമൂസിലേക്ക് അഴിച്ചുവിടുകയാണ് ഇറാൻ ചെയ്യുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹോർമൂസിൽ അതിശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ കപ്പലുകൾ പിടികൊടുക്കാതെ ഹോർമൂസിൽ ഇറാന്റെ നിയന്ത്രണം ഇല്ലാത്ത മറ്റൊരു പാതയിലൂടെ രഹസ്യമായി സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ആ കപ്പലുകൾ ഇറാൻ ട്രേസ് ചെയ്യുന്നു. അതിനുശേഷം ശക്തമായ ആക്രമണം ആ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്നു. ഹോർമൂസിലൂടെ ഒരൊറ്റ കപ്പലുകളും ഞങ്ങളുടെ അനുമതിയില്ലാതെ പോകാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴും ഇല്ല എന്ന് ഇറാൻ ലോകത്തോട് തീർത്തു പറയുന്നു. അമേരിക്കയ്ക്ക് അത് വലിയ വെല്ലുവിളിയാകുന്നു. അതോടൊപ്പം ജോർദാനിലും കുവൈറ്റിലുമൊക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ അടക്കം നിരവധി വിമാനങ്ങൾ തകർന്നു എന്നാണ് ഇറാന്റെ അവകാശവാദം. അതോടൊപ്പം അമേരിക്കയുടെ 2 സൈനികർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഇന്ന് ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊല്ലപ്പെടുന്ന US സൈനികരുടെ എണ്ണം 18 ആയിട്ടുണ്ട്. 18 സൈനികർ ഈ ചുരുങ്ങിയ ദിവസം ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്ന പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ നാണക്കേടാണ്. അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാണ്. കാരണം ഇറാനെ സർവ്വസംഹാരത്തിലൂടെ ഇല്ലാതാക്കും
എന്ന പ്രതിജ്ഞയോടുകൂടി യുദ്ധത്തിനിറങ്ങിയ ട്രംപിന് യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് ട്രംപിന് വ്യക്തിപരമായി പോലും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മൊത്തത്തിൽ തന്നെയും വലിയ പ്രഹരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി പുതിയ ചില നിർണായകമായ സൈനിക നീക്കങ്ങളിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് കൂടുതൽ F-16 വിമാനങ്ങളടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്ക സജ്ജമാക്കി കഴിഞ്ഞു. അതായത് ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം ഉണ്ടാകുമെന്ന ഉറപ്പാണ് അമേരിക്ക ലോകത്തിന് നൽകുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറാനിലേക്ക് പോകരുത് എന്ന് ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിലുള്ള ഇന്ത്യക്കാരോട് ഏതെങ്കിലും വഴിക്ക് എങ്ങനെയെങ്കിലും എത്രയും വേഗം രക്ഷപ്പെട്ടുകൊള്ളൂ എന്നുള്ള ശക്തമായ കർശനമായ നിർദ്ദേശവും ഇപ്പോൾ ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതായത് യുദ്ധം രൂക്ഷമാകുമെന്നും ഇറാനിലേക്ക് അമേരിക്കയുടെ കൂടുതൽ സംഹാരമുണ്ടാകുമെന്നും അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഇറാൻ നൽകുമെന്നും ഒക്കെയുള്ള കണക്കുകൂട്ടൽ ലോകം മുഴുവൻ നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കൊക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഗൾഫ് മേഖലയിലെ ആകാശം യുദ്ധാന്തരീക്ഷത്താൽ മുറുകുകയായിരിക്കും. ഈ പറയുന്ന വിമാനങ്ങൾക്കിടയിലൂടെ ആയിരിക്കും ഈ പറയുന്ന ആക്രമണങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വ്യോമഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായി ഗൾഫ് മേഖലയിൽ നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ പല സമയങ്ങളിലായി വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നുണ്ട്, വ്യോമഗതാഗതം അവസാനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യോമപാതകൾ അടച്ചിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് യുദ്ധം രൂക്ഷമാകും തോറും കനത്ത തിരിച്ചടികളിലേക്ക്, കടുത്ത ദുരിതത്തിലേക്ക് ഗൾഫ് മേഖല പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇറാനിലുള്ള ജനങ്ങളോട്, ഇന്ത്യക്കാരോട് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളൂ എന്ന നിർദ്ദേശം നൽകുന്നത്. അതേസമയം കുവൈറ്റിലും ജോർദാനിലും ബഹ്റൈനിലും തുടരുന്ന ആക്രമണം വീണ്ടും വീണ്ടും തുടരുമെന്ന നിർണായകമായ സൂചനയും, അതേസമയം കുവൈറ്റിലും ജോർദാനിലും ബഹ്റൈനിലും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ വീണ്ടും തുടരും, ഇടതടവില്ലാതെ തുടരും. കാരണം ഇറാനിലേക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇടതടവില്ലാത്ത നിരന്തരമായ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ തന്നെയുള്ള തിരിച്ചടികൾ ഗൾഫ് മേഖലയിലേക്ക് ഇറാനും നൽകും എന്ന ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ യുദ്ധം ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് അപ്രായോഗികമായിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമെന്ന നിലയിലേക്ക് അത് മാറുകയാണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നിർണായകമായി പറയേണ്ടതുണ്ട്. അതേസമയം ഇത്രയും നാൾ യുദ്ധരംഗത്ത് നിന്ന് മാറി നിന്ന ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന നിർണായകമായ സൂചനയും പുറത്തു വന്നിരിക്കുന്നു. കാരണം അമേരിക്ക ഒറ്റയ്ക്ക് ഈ യുദ്ധരംഗത്ത് തുടരുന്നത് അമേരിക്കയ്ക്ക് ലഭിക്കുന്ന തിരിച്ചടികളുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരായ അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമായി ഇറാൻ തങ്ങളുടെ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെ കൂടി ഈ ഘട്ടത്തിൽ യുദ്ധത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാന്റെ ശ്രദ്ധ ഇസ്രായേലിലേക്ക് കൂടി തിരിയും. ആ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഇറാന് നേരെ നടത്താൻ കഴിയുമെന്നുള്ളൊരു യുദ്ധതന്ത്രം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഓഗസ്റ്റിൽ ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നെതന്യാഹു കടുത്ത സമ്മർദ്ദത്തിലാണ്. അധികാരം നഷ്ടമാകുമോ എന്ന ഭീതി നെതന്യാഹുവിനുണ്ട്. നെതന്യാഹുവിനെതിരെ അവിടുത്തെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ തീവ്ര സയനിസ്റ്റുകളും അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ നെതന്യാഹു തൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്ക പറയുന്നതനുസരിച്ച് എത്രത്തോളം ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് വരും എന്നുള്ളതും വലിയൊരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിശക്തമായ പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത് വലിയ തോതിലുള്ള തിരിച്ചടി പശ്ചിമേഷ്യയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്ക ഇനിയും കൂടുതൽ യുദ്ധവിമാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും ബോംബറുകളും ഒക്കെ കൊണ്ടുവന്ന് സ്ഥിതി ഗുരുതരമാക്കാൻ ശ്രമിച്ചാൽ തത്തുല്യമായ രീതിയിൽ ഇറാനും തിരിച്ചടിക്കും. അത് ഭയാനകമായ സാഹചര്യമായിരിക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുക. അത് യുദ്ധക്കെടുതികൾ ഇനിയും രൂക്ഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്ന് തന്നെ വേണം പറയാൻ.